അപ്പം ഞാൻ ഇന്ന് പോകാൻ പോണത് പഴഞ്ഞി കുടിക്കാൻ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തൊരു പഴഞ്ഞിയാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. പഴഞ്ഞി കുടിക്കാൻ ഏറ്റവും ആവശ്യം തൈരാണ്. തൈരില്ലെങ്കിൽ പുളിയും മുളക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ട്രൈ ചെയ്തേക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം. കൊച്ചുള്ളി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തേച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി. എന്നിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ പൊള്ളും, തീ വിലയാണ്. നമ്മൾ ഇടികല്ലിൽ ചതയ്ക്കുന്നവരാണെങ്കിൽ പുളി ഒന്ന് ജസ്റ്റ് വെള്ളത്തിട്ട് കൊവുത്തെടുത്തതിന് ശേഷം ഇതിലിട്ട് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണം. ഇത് കുറച്ച് കൂടിയോണ്ടും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമ്മളതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. തൈര് വേണ്ട, പുളി മതി. പുളിയും മുളകാണെങ്കിൽ ഞാൻ ഇതിൽ മുളക് ആഡ് ചെയ്തിട്ടില്ല. എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഇത് ചെയ്താൽ ഇത് റെഡിയായി. ഇനി പഴിഞ്ഞ് വയ്ക്കുക. ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് ചോറ്, ചക്ക, കിഴങ്ങ് ഏതെങ്കിലും ഒരു ഐറ്റം കൂടെ ചേർത്ത് ഒന്നെടുക്കണം. അത് നമ്മൾ പഴിഞ്ഞിൽ കലക്കി കുടിക്കാൻ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. കടയിലൊക്കെ പോയി കുടിക്കുന്ന ഫീല്, വെളിയിലൊക്കെ കാഴ്ചയെ കണ്ട് കുടിക്കുന്ന ഫീല് വേണമെങ്കിൽ നമുക്ക് ടെറസിൻ്റെ ഉണ്ടെങ്കിലും പോവാം. ഞാൻ ഇപ്പോൾ ടെറസിൻ്റെ ഉണ്ടെങ്കിലാണ് കുടിക്കണം. എനിക്കുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ പൊരിച്ച മീനും പുളിമുളകും കിഴങ്ങും മീനും ആണ്. ഇതിപ്പോൾ ഞാൻ ചോറല്ലേ കൊണ്ടുവന്ന് എനിക്കൊരു സംശയം തോന്നും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുടിക്കാം. ഇതിനെ നമ്മൾ ഒഴിച്ചു കുടിക്കുക എന്നൊക്കെ നമ്മൾ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കഞ്ഞവെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കഞ്ഞവെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചൂട് പച്ചവെള്ളം, ഞാൻ ഇതിപ്പം പച്ചവെള്ളം തണുപ്പിച്ചാണ്, ചൂട് പച്ചവെള്ളം തണുപ്പിച്ചാണ് ഞാൻ ഇതിൽ ഒഴിക്കണത്. ഇത് നമ്മളെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കണം. പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് ഉപ്പ് കൂടുതൽ ഇടേണ്ടി വരും, അതും കൂടെ നോക്കണം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടാക്കിയ ചോറാണ്. നമുക്ക് തലേ ദിവസത്തെ ചോറാണ് ഇതിന് വേണ്ടി എടുക്കാൻ കൂടുതലും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ തലേ ദിവസം ചോറ് കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് ചോറെടുത്ത് കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ എന്തായാലും ചെറിയൊരു പുളിപ്പാണ്. അങ്ങനെ പഴിഞ്ഞു കുടിക്കുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ തൈര് മസ്റ്റാണ്, തൈര് എടുക്കണം. ഈ കലക്കെടുക്കുന്ന സമയത്ത് ഈ പുളിയും മുളകും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുളിയും മുളകും ഞാൻ ഇടുന്നത്. സത്യത്തിൽ തൈരില്ല കേട്ടോ, തൈരില്ലാത്തതുകൊണ്ടാണ് പുളിയും മുളകും എടുത്തത്. അതൊന്ന് കലക്കി കുടിക്കാന്ന് വെച്ചാൽ ഈ തൈര് കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. സത്യത്തിൽ ഈ പുളിയും മുളകും ഞാൻ ഉണ്ടാക്കിയത് ഒരു റീൽസ് കണ്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു സാധാ ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഈ പുളിയും മുളകും സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഇത് ഫിനിഷ് ആയതും എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വേറൊരാളൊന്ന് നിൽക്കുകയാണ്. അയാൾക്കും പിന്നെ കൊടുക്കേണ്ടി വന്നു, അയാളെ കാണണ്ടേ. ഇവിടെ പാത്രങ്ങളുടെ സൗണ്ട് കേട്ടാൽ ഇവിടെ ഓടിയെത്തും. 90-100 രൂപ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പഴിഞ്ഞ് നമുക്ക് ഇതുപോലെയാണെങ്കിൽ വീട്ടിൽ ഉണ്ടായി കഴിക്കാം.